പ്രഭാതവന്ദനങ്ങൾ. ഗലാത്യർ 5:22-23 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ക്രിസ്തുവിൻ്റെ ആട്രിബ്യൂട്ട്സ് കൂടിയാണ്, ക്യാരക്ടേഴ്സ് ആട്രിബ്യൂട്ട്സും കൂടെയാണ്. നമ്മൾ പറയും നമ്മൾ എങ്ങനെ ഒരു ഫലം പുറപ്പെടുവിക്കുമെന്ന്. നമ്മൾ ഒത്തിരി നമ്മളെ തന്നെ ഫോക്കസ്ഡാണ്, നമുക്ക് എങ്ങനെ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് റെഡിയാണ് നമ്മുടെ ഉള്ളിൽ ഫലം പുറപ്പെടുവിക്കാൻ. പക്ഷേ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു മണ്ണ് ആവശ്യമുണ്ട്, ആ ഒരു ട്രീ വളരുവാനായിട്ട്. അത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ ആ ഹൃദയമാകുന്ന മണ്ണ് നമ്മൾ അതിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ള ഒരു ചെറിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് സംഭവിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു ഡിവോഷനിലൂടെയും ഒരു കീഴടങ്ങൽ സറണ്ടറിലൂടെയും കൂടെയാണ്. ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും നമുക്ക് സറണ്ടർ ചെയ്യാം ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്. അങ്ങനെ ഈ ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ പുറപ്പെടുവിക്കാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയെപ്പോലെ ആകുവാൻ തക്കവണ്ണം കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.